വേണമായിരുന്നു. അതല്ല കൂവ, പാസ്പോർട്ട് എന്ന് പറഞ്ഞ സ്കോച്ചാ, ഒരു സ്കോച്ചിന്റെ പേരാ. കുഞ്ഞച്ചോ സോമൻ ഉണ്ടാക്കുന്ന ഓരോ പൊല്ലാപ്പ്. അല്ല ഡിക്ക് വന്നില്ലയോ? വന്നല്ലോ. ആ സൈദെ തന്നെ കഞ്ഞിക്കുഴിയിൽ അയപ്പ് തിരക്കുന്നുണ്ട്. അവനെ തപ്പിയാ ഞാൻ ഇറങ്ങിയത്. അവന്റെ എസ് ക്ലാസ് ബെൻസിന് ലാൻഡ് ക്രൂസറുമായി ഒരു എക്സ്ചേഞ്ച് പറഞ്ഞായിരുന്നു. ശശി, ആ ഡ്രിങ്കിങ് എടുത്ത് ഇയാൾക്ക് ഒരു ജ്യൂസ് പറയട്ടെ. ഓ വേണ്ട, ആദ്യം അയപ്പുമായിട്ടുള്ള ഇടപാടൊന്നും തീർക്കട്ടെ. ഇവിടെ വലിക്കാവോ? അപ്പൊ മെമ്പർ അല്ലേ? അല്ല, കുന്നേലെ സഹിച്ചാന്റെ ഗസ്റ്റാ ഞങ്ങള്. ആന്നോ? എന്നാ പിന്നെ വലിയെണ്ണ. നമ്മുടെ കാശിന് നമ്മൾ മേടിക്കുന്ന സിഗരറ്റ് നമ്മൾ വലിച്ച് ആരെങ്കിലും ചോദിക്കുവോ? എന്നാ വലിയെണ്ണ. സാറേ, ബാറ് നോ സ്മോക്കിംഗ് ആണ്. ഇവിടെ ചോദിച്ചല്ലോ, അപ്പൊ വലിച്ചോളാൻ പറഞ്ഞു. ആര് പറഞ്ഞു? ആ, അയാളുടെ പേരും തേങ്ങന്ന് അറിയാമല്ല. ഇവിടെ സർവ് ചെയ്ത പേരാ. കുര്യച്ചാ, കുര്യച്ചാ വന്നേ. ഇയാൾ അവിടെ ഇരുന്ന് വലിച്ചോളാൻ പറഞ്ഞോ? ആര് വലിക്കുന്നത് വലിക്കാത്തതൊക്കെ അവനവന്റെ സൗകര്യ. ഇതിനകത്ത് വലിക്കാൻ ഞാൻ ആരോടും പറഞ്ഞില്ല. അതെന്നാ മറ്റേ വർത്താനോട് താൻ പറയുന്നേ? തന്നോടല്ലേ ഞാൻ ചോദിച്ചേ. സാർ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോക്കൃത്തരം കാണിച്ചിട്ട് എന്റെ വെക്കിട്ട് ഇറങ്ങുന്നുണ്ടല്ലോ. കയ്യിൽ പൈസ ഉണ്ടെങ്കിലേ അത് മറ്റൊരുത്തൂടെ പൂട്ടി വെച്ചാൽ മതി. ഇവിടെ ചാട ഇറക്കാൻ വരരുത്. ഞങ്ങളൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളികളാ. വേറെ ഗതിയില്ലാത്തതുകൊണ്ട് അതിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ കുഞ്ഞു നിൽക്കുന്നത്. കുര്യച്ച വന്നേ, ചുമ്മാ ഇയാൾ ഓരോന്ന് പറഞ്ഞ് സീലുണ്ടാക്കല്ലേ. ഞാൻ പോറവേ, ഇവന്റെയൊക്കെ ഉച്ചാളി പീസ് കണ്ട കുരിയച്ചൻ വരളുകയില്ല. ഇവനെയൊക്കെ ഡീൽ ചെയ്യാൻ ഞാൻ മതി. ഇത് കണ്ടോ സാറേ, ഒരു കാര്യമില്ലാണ്ട് എന്നതാ പ്രശ്നം? എന്നാന്ന് പറ. അത് സാർ ഇവിടെ ഇരുന്ന് സിഗരറ്റ് വലിച്ചായിരുന്നേ, അത് എന്നതാന്ന് ചോദിച്ചപ്പം ഈ കുര്യച്ചൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ ഒരു വർത്തമാനം ഉണ്ടായി. അങ്ങനെ എന്റെ പൊന്നു സഹോദരൻ, അവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ പോയി പാടില്ലെന്ന്. താനാരാ? ഡേവിഡ് എന്നാ പേര്. ഈ ക്ലബിന്റെ സെക്രട്ടറിയാ. ഇതുപോലുള്ള ഏർപ്പാടുകളെ ജോലിക്ക് വെച്ചാൽ അവൻ മാത്രമല്ല സെക്രട്ടറി മേടിക്കും. പിള്ളേരെ ബില്ല് കൊടുത്തിട്ട് അവരുടെ പൊക്കളാൻ. അങ്ങനെ അങ്ങ് പോകുന്ന എങ്ങനെ? ഞങ്ങളെ കുന്നേലെ സഹിച്ചാന്റെ ഗസ്റ്റാ. പുള്ളിക്കാരൻ വന്നിട്ടേ പോകുന്നുള്ളൂ. നേരെ സജി വരുന്നവരെ ഇവിടെ ഇരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ നടന്നു പോകേണ്ടി വരികയല്ല. കാലിന്റെ മുട്ടയിലെ ചിരട്ടയും ചവിട്ടി പൊളിക്കല്ലാത്തിന്റെ. ഇത് ചുമ്മാ പറച്ചിലല്ലേ, അണ്ണൻ തുടങ്ങി വെക്കത്തേ ഉള്ളൂ. പിന്നെ ഇവിടെ ഫിനിഷ് ചെയ്യാൻ ഞങ്ങൾ ഒരുപാട് പേരുണ്ട്. കോട്ടയം ക്ലബിൽ നിടി മേടിച്ചാ പിന്നെ നേരെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ അഡ്മിറ്റ്. അതാ കണക്ക്. ഇറങ്ങി പോയണ്ട. ഒതുങ്ങി പോടോ. സഹിച്ചാന ഓർത്തിട്ടാ, ഇല്ലെങ്കിൽ നിൽക്കുന്നു. സെക്രട്ടറി ആന്നേ അവന്റെ ഒരു ജാട. എന്നാ വൃത്തിയാണ് ഈ കാണിക്കുന്നത്? ഒറ്റയ്ക്ക് ഫിനിഷ് ചെയ്യാതെ എന്റെ പങ്കും കിട്ടാ. ഡേവിഡ് ജോൺ കൊട്ടാരത്തിൽ. പോയി പറ നേരെ സജിയോട്. ആ പേര് കേൾക്കുമ്പോ അവൻ മാത്രമല്ല, അവന്റെ അപ്പൻ ചത്തുപോയ കുഞ്ഞുമറിയത് വരെ ശവപ്പെട്ടിന്ന് വന്ന് എഴുന്നേറ്റ് നിൽക്കും. നീയൊക്കെ ഇച്ചിരൂടെ മൂക്കനോടാ കോട്ടയത്ത് വന്ന് കളിക്കാൻ. കയറിപ്പോ, കയറിപ്പോടാ. ഒത്തിരി നാൾ കൂടി ദേഹനങ്ങിയതുകൊണ്ടായിരിക്കാം ഒരു വല്ലായ്മ. ഇവനോടും കൊടുത്തേക്കുവാ. സത്യത്തിൽ കുര്യച്ചന്റെ കന്നം തരുവാ. ആ ചെറുപ്പക്കാരോട് അവിടെ ഇരുന്ന് വലിച്ചോളാൻ പറഞ്ഞത് കുര്യച്ചനാ. ഇതുപോലുള്ള പെറപ്പിനെയും കാണിച്ചെന്ന് ഞാൻ അറിഞ്ഞ കുര്യച്ചൻ നിന്റെ ചീട്ട് ഞാൻ കീറുവേ. പണി നീ വേറെ നോക്കേണ്ടി വരും. ഒരു പെഗോ? ഒരെണ്ണം കൊടുത്തിരുന്നല്ലേ സാർ പറഞ്ഞ്? എന്റെ പി ചേട്ട ഒരെണ്ണം പറഞ്ഞ ഒരു ഫുള്ളാ.
കൈയും കാലും ഇളക്കുന്നതിന് എനിക്കുള്ള കോട്ടയാ. ആണോ? ഏതായാലും ഒഴിച്ചല്ല, അതങ്ങ് കളഞ്ഞേക്കാം. സാറിന് നോ. ആ അതെന്നാ സ്വാമി വ്യാഴാഴ്ച കഴിക്കുകയാണെന്ന്? എന്നതാ അതിന്റെ ഒരു പ്രത്യേകത? സാറിനിപ്പോ വ്യാഴദശയായിരിക്കല്ലയോ? റബിഷ്, അങ്ങനെയൊന്നും ഇല്ലടോ. ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം വേണ്ടാന്ന് വെക്കുന്നു. ദാറ്റ്സ് ഓൾ. ആ കോറം തികഞ്ഞല്ലോ. അണ്ണനൊന്ന് ഒഴിക്കട്ടെ. ഒന്നൊഴിമോനെ. ഓ എന്റെ പൊന്നു രാജഗോപാലെ, താനീ യൂണിഫോം ഇട്ടോണ്ട് ഇങ്ങനെ കയറി വരല്ലേ? കാണുമ്പോ ഉള്ളിന്ന് ഒരു ആന്തല. അതെന്നാ തമ്പിച്ചായ, മാനസം വാരികയുടെയും സായാഹ്ന പത്രത്തിന്റെയും പ്രിന്റർ കം പബ്ലിഷറുടെ ഉള്ളെന്തിനാ ഒരു പാവം പോലീസുകാരനെ കാണുമ്പോ ഇങ്ങനെ ആളുന്നേ? അതെ, ഒരു പെൺവാണിഭ കേസിൽ വെറുതെ പ്രതി ചേർത്ത് ഈ പാവത്തിന് ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് സാറിന്റെ വർഗ്ഗക്കാര്. ഡി.കെ. മാനെ, Cheers. Cheers. താൻ ആ കുരിയച്ചനെ തല്ലിയോ? അവനോട് ഒപ്പുണ്ട് കരഞ്ഞോണ്ട്. അവനെ തല്ലുകയല്ല വേണ്ടത്, നിങ്ങൾ ഓർത്തിട്ടാ. ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കഴുത്തെ പിടിച്ച് വെളിയിൽ തള്ളിയനെ. ആ മാതിരി പോക്കരത്തിലാകായിരിക്കുന്നത്. തിരുനക്കര മൈതാനത്തിനടുത്ത് അച്ഛൻ ഹോട്ടൽ നടത്തിയിരുന്ന കാലം മുതലേ കാണുന്ന അവനെ താൻ ഇവിടുന്ന് പിരിച്ചുവിട്ടാ പിന്നെ എനിക്ക് ജോലിയാ. ചങ്കിനിടിയും കരച്ചിലുമായിട്ട് രാവിലെ തന്നെ വീട്ടിലെത്തൂടാവേ. പിഴച്ചു പോണെന്ന് ആ പുല്ലിന് വിചാരമില്ലെന്ന് വെച്ചാ. ഡേവിഡ് സാറേ, സാർ ഒന്ന് വരണം. സുഖം അടിച്ച് ഓഫാ. ഒരു പെങ്കിലും ഒരു പകല്ല. ഇതാ എവിടെയാണ് സാർ? ഒന്ന് എഴുന്നേക്കടാ. കംപ്ലീറ്റ് വ്യാജന. അതെ, കംപ്ലീറ്റ് വ്യാജന. അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഷേപ്പ് മാറാറുണ്ടോ? കംപ്ലീറ്റ് വ്യാജന. ഏത് കോപ്പന ഇവിടെ മദ്യം സപ്ലൈ പിടിവിടരുതിട്ടോ. മുണ്ടിനെ എന്തു പറ്റി സാറേ? ഒന്ന് താങ്ങിക്കാ പോക്കരെ, മുട്ടിഞ്ഞ വെയിറ്റ് ആയി കഴിവുന്നവന്. ഞാൻ ചെലപ്പോ വാള് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. എന്റെ ശവോടൊക്കെ ഞാൻ നടത്തും. പോട്ടെ സാറേ, ഞാൻ സാറിന് കാത്തുകയായിരുന്നു ഒരു താങ്ക്സ് പറയാൻ. ഏ? സിസ്റ്ററിന്റെ അഡ്മിഷൻ അത് ശരിയായി. സാറിന്റെ റെക്കമെൻഡേഷനാ. പേരിനൊരു ചെറിയ തുകയെ മാനേജ്മെന്റ് വാങ്ങുന്നുള്ളൂ. നന്നായി പഠിച്ച് മിടിക്കായിട്ട് പറ്റുള്ളൂ. ഓക്കെ.